10 ദിവസവും വെറും 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ സിക്കിമിൽ പോയി അടിപൊളി ഒരു ബൈക്ക് റൈഡ് ചെയ്തു വരാം. ലാസ്റ്റ് വിൻ്റർ സീസണിലെ കാശ്മീരിലെയും ലഡാക്കിലെയും ഓവർ ക്രൗഡ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മുടെ സ്വന്തം 7 സിസ്റ്റേഴ്സിൻ്റെ അയൽക്കാരിയായ സിക്കിമിലേക്ക് പുറപ്പെട്ടത്. ആൻഡ് ഈ ഒരു യാത്രയിൽ വെസ്റ്റ് ബംഗാളും കൊൽക്കത്തയും ഗാങ്ടോക്കും അതുപോലെ തന്നെ നോർത്ത് സിക്കിമിലേക്കുള്ള ബൈക്ക് റൈഡും കഴിഞ്ഞാണ് നമ്മുടെ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. പൊതുവെ മലയാളികൾ തീരെ പോകാത്ത ഈ റൂട്ട് എങ്ങനെ പോകാമെന്നല്ലേ പറഞ്ഞുതരാം. ഷൊർണൂരിൽ നിന്നും ചെന്നൈയിലേക്കാണ് നമ്മൾ ആദ്യം വണ്ടി കയറിയത്. കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറായ NJPയിലേക്ക് വെറും 2000 റുപ്പീസിൻ്റെ ഉള്ളിൽ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. NJP റെയിൽവേയിൽ നിന്നും സിക്കിമിൻ്റെ വളരെ മനോഹരമായ ഗാങ്ടോക്ക് സിറ്റിയിലേക്കായിരുന്നു അടുത്ത യാത്ര. ഗാങ്ടോക്ക് സിറ്റി ഒരു ക്രൗഡഡ് ഏരിയ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാൾ റോഡ് ഏരിയയും കൂടിയാണ്. ഗാങ്ടോക്കിലെ രാത്രി കാഴ്ചകൾ കണ്ട് നെക്സ്റ്റ് ഡേ അവിടുന്ന് തന്നെ ഒരു ബൈക്ക് റെൻറ്റിനെടുത്ത് ഇന്ത്യ ചൈന ബോർഡറായ നോർത്ത് സിക്കിമിലേക്കായിരുന്നു നമ്മുടെ ആദ്യ റൈഡ്. ഗാങ്ടോക്കിൽ നിന്നും നോർത്ത് സിക്കിമിലേക്കുള്ള വഴി വളരെ ബ്യൂട്ടിഫുള്ളും അതിലുപരി വളരെ ഡേഞ്ചറസും അഡ്വഞ്ചറുമായ റൂട്ടാണ്. നോർത്ത് ഈസ്റ്റിലെ ആദ്യ ബൈക്ക് റൈഡ് യാത്ര ആയതുകൊണ്ട് തന്നെ ഓരോ പ്ലേസും എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് കടന്നുപോയത്. ഫുൾ ലാൻഡ് സ്ലൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 70% ഓഫ് റോഡ്സും പൊളിഞ്ഞാണ് കിടക്കുന്നത്. 8 ഹവേഴ്സിൻ്റെ ബൈക്ക് റൈഡിന് ശേഷം ലാച്ചുങ്ങിൽ സ്റ്റേ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ നോർത്ത് സിക്കിമിൻ്റെ യുംസദോങ്ങിലേക്കുള്ള യാത്ര പുറപ്പെട്ടത്. മനോഹരമായ ഒരു ഗ്രീനിഷ് റൂട്ട് കൂടിയാണിത്. കുഞ്ഞു ഗ്രാമങ്ങളും വെള്ളച്ചാട്ടങ്ങളും ആർമി ക്യാമ്പുകളൊക്കെ കഴിഞ്ഞ് വേണം 0 പോയിന്റിലേക്ക് എത്താൻ. 3 ദിവസത്തേക്കുള്ള നോർത്ത് സിക്കിം റൈഡിന് പെർ ഡേ 1300 റുപ്പീസാണ് റെൻ്റായത്. 2 മണിക്കൂറത്തെ മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള അഡ്വഞ്ചറസ് റൈഡിന് ശേഷമാണ് 15,000 മുകളിലുള്ള 0 പോയിന്റിലേക്ക് നമ്മൾ എത്തിയത്. ഓക്സിജൻ ലെവൽ വളരെ കുറവായതുകൊണ്ടും ഏത് സമയവും ചേഞ്ച് ആകുന്ന കാലാവസ്ഥയും കാരണം ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ 1 മണിക്കൂറിലധികം നിൽക്കൽ വളരെ പ്രയാസമാണ്. ഈ ട്രിപ്പിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് അത് ഇന്നാണ് കിട്ടിയത്. ഒരു ഹിമാലയൻ വണ്ടിയിൽ ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെ കാടും നാടും മലയും മഞ്ഞും വെള്ളച്ചാട്ടങ്ങളൊക്കെ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു യാത്ര. അത് വളരെ മനോഹരമായിരുന്നു. സൺസെറ്റ് വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് റിട്ടേൺ ആയി നമ്മൾ നേരെ ലാച്ചുങ്ങിലേക്ക് തന്നെ പോയി. കൂടുതൽ ഹോം സ്റ്റേസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ലാച്ചുങ്. ലാച്ചുങ്ങിൽ നിന്നും അടിപൊളി ഷാവോമിങ് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ വെസ്റ്റ് ബംഗാളിലേക്കുള്ള യാത്ര തുടങ്ങിയത്.